2021 ഒക്ടോബർ 1 ഒരു സാധാരണ വെള്ളിയാഴ്ച. പക്ഷേ കേരളം ഒരിക്കലും മറക്കാത്ത ഒരു ദിനം. പാലാ സെന്റ് തോമസ് കോളേജ് ബിവോക്ക് അവസാന വർഷ പരീക്ഷ രാവിലെ 9:30 തുടങ്ങി. ആദ്യ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോകാനായിരുന്നു അനുവാദം. കൂത്താട്ടോളം സ്വദേശിയായ അഭിഷേക് ബൈജു പരീക്ഷാ ഹാൾ വിട്ടിറങ്ങി. മിനിറ്റുകൾക്കകം നിതിന മോളും പുറത്തെത്തി. 2 വർഷത്തെ പ്രണയം, പക്ഷെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച നിതിന, അഭിഷേകിന്റെ അസ്വാഭാവിക പെരുമാറ്റം, മാനസിക പീഡനം. നിതിനയ്ക്ക് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ, അവളുടെ വീട്ടിലെത്തി ബഹളം വെച്ച് ഫോൺ പിടിച്ചെടുത്ത് കൊണ്ടുപോയി. അത് തിരിച്ചു തരാം എന്ന പേരിൽ തന്നെയാണ് അന്ന് നിതിനയെ വിളിച്ചത്. ഓഡിറ്റോറിയത്തിന് മുന്നിൽ അഭിഷേക് ഫോൺ കൈമാറി. ഫോൺ കിട്ടിയ ഉടനെ തന്നെ നിതിന അമ്മയെ വിളിച്ചു. അമ്മ, എനിക്ക് ഫോൺ തന്നു, പക്ഷെ എന്നെ വട്ടം പിടിച്ചിരിക്കുന്നു. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. ഒരു നിമിഷം അഭിഷേക് കയ്യിൽ ഒളിപ്പിച്ച പേപ്പർ കട്ടർ പുറത്തെടുത്തു. ഒരു വെട്ട്. പ്രധാന രക്തധമനികൾ മുറിഞ്ഞു. നിതിന നിലത്തേക്ക് വീണു. രക്തം നിറഞ്ഞ നിലവിളികൾ. സഹപാഠികളുടെ ഓട്ടം. സെക്യൂരിറ്റി പാലാ മരിയൻ ആശുപത്രിയിലേക്ക് പാഞ്ഞെങ്കിലും നിതിനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതെല്ലാം പെട്ടെന്ന് ചെയ്തൊരു വികാരമല്ല, ഒരാഴ്ചത്തോളം പ്ലാൻ ചെയ്ത കൊലപാതകം. മരണത്തിന് കാരണമാകുന്ന കഴുത്തിലെ ഞരമ്പുകൾ വരെ യൂട്യൂബിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ചെന്നൈയിൽ നടന്ന ഒരു സമാനമായ ഒരു കൊലപാതകവും ഇയാൾ പഠിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം ഭയമോ പശ്ചാത്താപമോ ഒന്നുമില്ല. അഭിഷേക് അതേ സ്ഥലത്ത് ശാന്തമായി ഇരിക്കുകയായിരുന്നു. 80 സാക്ഷികൾ, 48 രേഖകൾ, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം. ഇന്ന് നിതിനയുടെ അമ്മ ബിന്ദു നിയമ പോരാട്ടം തുടരുന്നു. ഒരു നാടിന് തന്നെ ചോദ്യം: ക്യാമ്പസിൽ വെച്ച് സ്വന്തം സഹപാഠിയെ കൊലപ്പെടുത്തിയ അഭിഷേകിന് യഥാർത്ഥ ശിക്ഷ ലഭിക്കുമോ? തലയോലപ്പറമ്പിലെ സ്മാരകത്തിലെ വരികൾ: ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും നിന്റെ വാക്കുകൾ ഇവിടെ ഉറങ്ങുന്നില്ല. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.